പ്രിയമുള്ളവരെ നമസ്കാരം. അതിരാവിലെ തന്നെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്ന് അറിയും. വല്ലാത്തൊരു സൈലൻസ് ഉള്ളിൽ നിറയുമ്പോൾ ഞാൻ വല്ലാതെ ഹാപ്പി ആയി പോവാം. രാവിലെ എൻ്റെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ മെസ്സേജസ്, വാട്സപ്പിൽ പേഴ്സണലായിട്ട് വന്ന മെസ്സേജസ് ഒക്കെ നോക്കും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് മനസ്സ് കൈവിട്ട് പോവുകയാണ്, പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഹാപ്പി ആവാൻ പറ്റുന്നില്ല, ഒട്ടും സന്തോഷമില്ല. ഇതൊക്കെ ഞാനും അനുഭവിച്ച് വരുന്നതാണ്. പക്ഷേ നമ്മൾ ഹെൽത്തി ആയി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഓക്കെ ആകുമ്പോഴാണ്. ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ മണ്ണിലേക്ക്, ഈ പച്ചപ്പുല്ലിലേക്ക് ചെരുപ്പിടാതെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇങ്ങനെ കാല് വെക്കുമ്പോഴുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ച് തന്നെ അറിയണം. എന്തൊരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ ഓരോ ചുവടുകളും എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സ്വപ്നങ്ങളിലേക്ക്, എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കണമെന്ന്. ഇങ്ങനെ ചെരുപ്പിടാതെ മണ്ണിലും പുല്ലിലൊക്കെ നടക്കുന്നതിൻ്റെ ഗുണങ്ങളറിയാം നിങ്ങൾക്ക്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത് കേട്ടോ. മെയിനായിട്ട് നമുക്കെന്താണ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കും. പിന്നെ പച്ചപ്പുല്ലിലൂടെയുള്ള നടത്തം, ഉറക്കില്ലായ്മ പരിഹരിക്കപ്പെടും. നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഉറക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. കാരണം നമുക്ക് ഉറക്കില്ലാതെ കൂടി ആകുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് അധികമാവുക. നല്ല ഉറക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഓക്കെ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാലിനടിയിലെ പ്രഷർ പോയിന്റുകൾ ആക്റ്റീവ് ആകുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. എന്തിനു, ഒരു പരിധി വരെ കാഴ്ചശക്തി വരെ വർദ്ധിക്കും. നമ്മുടെയൊക്കെ മനുഷ്യ ശരീരത്തിലെയൊക്കെ നാഡീവ്യവസ്ഥകൾ കാലിനടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുകയാണ്. ഹാർട്ടിൻ്റെ പ്രശ്നം, രക്തധമനികളും ഹാർട്ടൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും, തലച്ചോറ് ആക്റ്റീവ് ആവും, BP കുറയ്ക്കുക തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കും. പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രശ്നമല്ലേ നമുക്ക്, ബോഡി പെയിൻ, അത് പരിഹരിക്കപ്പെടും, നീർക്കെട്ടുകൾ പരിഹരിക്കപ്പെടും. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് രാവിലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെന്താ ഞാൻ പുറകോട്ട് നടക്കുന്നതെന്നല്ലേ, റിവേഴ്സ് ഗിയറിൽ പോയി വെക്കുക, പ്രായമൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് എന്താ പറയുക, ഒന്ന് സുന്ദരി ആവട്ടെ. അതല്ല കേട്ടോ, നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളൊന്നും കൂടെ ബാലൻസ്ഡ് ആവും. നമ്മുടെ പേശി ബലം, കാലിൻ്റെ ഒക്കെ മസിൽസ് ഒന്നും കൂടെ സ്ട്രോങ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയുണ്ട്, എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താലേ അത്ഭുതകരമായ ഗുണങ്ങളാണ് നമ്മുടെയൊക്കെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ കണ്ണുകളടച്ച് ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിലൊന്ന് നിവർന്നിരുന്ന് സാവധാനം ശ്വാസം എടുത്ത് അതിൽ മാത്രം ശ്രദ്ധിച്ചൊന്നിരുന്ന് നോക്ക്. നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഗുണങ്ങളാണ്. ഒന്നാമതായി നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. BP, തലവേദന, കൊളസ്ട്രോള്, ഇതൊക്കെ ഇല്ലാതാക്കുകയാണ്. മാത്രമല്ല നല്ല ഉറക്കം കിട്ടുകയാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഉത്കണ്ഠ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ഉറക്കില്ലാതാവുമ്പോഴല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുപോലെ തന്നെ ദേഷ്യം, BP, നമുക്കൊരു ശാന്തത കൈവരും. ശാന്തത കൈവരുമ്പം തന്നെ നമുക്ക് ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കും. നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ചിന്തകളെ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളെയാണ് ധ്യാനം ഇല്ലാതാക്കുന്നത്. നമുക്ക് നമ്മളായിട്ട് നല്ല ശാന്തമായിട്ട് സന്തോഷമായിട്ട് സ്ട്രെസ്സില്ലാതെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് പ്രാക്ടീസ് ചെയ്യാതെ പോകരുത്. പറ്റുന്നവർ, നിങ്ങൾക്കിനി റൂമിനകത്താണോ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത്, കംഫർട്ടായ ഒരു ചെയറിലാണോ ഇരിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഇരുന്ന് 15 മിനിറ്റൊന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2-3 മിനിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ്. എനർജറ്റിക്കായിട്ട് നല്ല ഊർജ്ജത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമാണ് മാനസികാരോഗ്യം അല്ലേ. അതിനുള്ള ഊർജം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ സൂര്യനിൽ നിന്ന്. ഈ നടത്തവും മെഡിറ്റേഷനും കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെ നിന്നുകൊണ്ട് കുറേ നേരം ഞാൻ സൂര്യനായിട്ട് കണ്ണിൽ നോക്കി ഇങ്ങനെ ഞങ്ങൾക്കൊരു സല്ലാപുണ്ട്. അതും കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നിന്ന് സൂര്യനോട് കുറേ ഇങ്ങനെ സംസാരിക്കും.
എനിക്ക് വൈറ്റമിൻ ഡി വേണം, കിട്ടിയേ തീരൂ. കാരണം വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് അത് സ്വീകരിക്കാതെ ഇരിക്കുന്നത്? ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ ഭാരൊഴിഞ്ഞ് ഒരു പക്ഷി തൂവൽ പോലെയാവും, അത്രയ്ക്ക് ഹാപ്പിയാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.